നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. വനിതാ ദിനം മാടക്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനന്റെ നേതൃത്വത്തിൽ വ്യത്യസ്തമായി ആഘോഷിച്ചു. ആശാവർക്കർമാരുടെ സമരത്തെ അവഗണിക്കരുതെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ. മഹിളാ കോൺഗ്രസ് സംഘടിപ്പിച്ച ലഹരിക്കും അക്രമത്തിനും എതിരായ അമ്മമാരുടെ നോൺ വാക്ക് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മഹാരാജാസ് ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മെൻസ്ട്രൽ കപ്പ് ബോധവൽക്കരണവും വിതരണവും ഡോക്ടർ നിജി ജസ്റ്റിന്റെ നേതൃത്വത്തിൽ നടന്നു. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിലെ 65ഓളം വനിതകൾക്കായി തൃശൂർ ജോർജേട്ടൻസ് രാഗം തിയേറ്ററിൽ സെക്കൻഡ് ഷോ സംഘടിപ്പിച്ചു. എല്ലാ വർഷവും നടത്തിവരുന്ന രാത്രി നടത്തത്തിൽ നിന്നും വ്യത്യസ്തമായി വനിതാ ശിശു വികസന വകുപ്പിന്റെ നിർദ്ദേശത്തോടെ പഞ്ചായത്ത് പ്രസിഡന്റായ ഇന്ദിരാമോഹന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് വനിതാ മെമ്പർമാർ, വനിതാ ഉദ്യോഗസ്ഥർ, അംഗൻവാടി വർക്കേഴ്സ്, ആശാ വർക്കേഴ്സ്, CDS മെമ്പർമാർ, ഹരിത കർമ്മസേനാംഗങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന എല്ലാ വനിതകളെയും ഉൾപ്പെടുത്തിയാണ് സെക്കൻഡ് ഷോ സംഘടിപ്പിച്ചത്. ആശാ വർക്കർമാരുടെ സമരത്തെ അവഗണിക്കരുതെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ വീടുകളുടെ വാതിൽപ്പടിയോളം എത്തുന്ന ആശാ വർക്കർമാരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നും AN രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ സർക്കാർ ദുരഭിമാനം വെടിയാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പഴയ നടക്കാവ് BJP ഓഫീസിൽ നിന്നും ആരംഭിച്ച മഹിളാ റാലി തൃശൂർ നഗരം ചുറ്റി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ പൂർണിമ സുരേഷ്, V ആതിര, വിൻഷി അരുൺകുമാർ, മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് EP ജാൻസി, കോർപ്പറേഷൻ കൗൺസിലർമാരായ വിനോദ് പൊള്ളാഞ്ചേരി, N പ്രസാദ്, നിജി KG, അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ വിജയൻ, BJP മണ്ഡലം പ്രസിഡന്റുമാരായ ചിഞ്ചു രാജീവ്, റിനി മാണി എന്നിവരും സംസാരിച്ചു. ജനങ്ങൾക്കെതിരായ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾ, ഇവര് മുഴുവൻ സഹോദരിമാരായ ആളുകളെ മുഴുവൻ ജനങ്ങളുടെ മുമ്പിൽ അപഹസിക്കുക. ഇളമനങ്കരിയുമൊക്കെ എന്ത് ധിക്കാരമാണ്. ഞാൻ ആലോചിക്കുക, കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവ് ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളും തമ്മാടിത്തങ്ങളും എന്താ? ജനങ്ങളെ വെല്ലുവിളിക്കുകയല്ലേ? ഈ ജനങ്ങളുടെ വെല്ലുവിളി, ജനങ്ങൾക്കെതിരായി അപ്രഖ്യാപിതമായ യുദ്ധം പ്രഖ്യാപിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലഹരിക്കും അക്രമത്തിനുമെതിരെ അമ്മമാരുടെ നോൺ വാക്ക് ജനശ്രദ്ധയാകർഷിച്ചു. തൃശൂർ നടുവിലാലിൽ നിന്ന് ആരംഭിച്ച നോൺ വാക്ക് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ രഹസ്യ പിന്തുണയോടെയാണ് ലഹരി അക്രമ സംഘങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് ദീപാദാസ് മുൻഷി പറഞ്ഞു. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 70-ലേറെ പേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നത് എല്ലാവരെയും ഭയപ്പെടുത്തുന്നതാണ്. സംസ്ഥാനത്തിന്റെ സമാധാനാന്തരീക്ഷം CPM തകർത്തുകൊണ്ടിരിക്കുകയാണെന്നും അവർ കുറ്റപ്പെടുത്തി. സംസ്ഥാന പ്രസിഡന്റ് JB മേത്തർ MP, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ U വഹീദ, R ലക്ഷ്മി, VK മിനിമോൾ, രജനി രമാനന്ദ്, ജില്ലാ പ്രസിഡന്റ് T നിർമ്മല, സംസ്ഥാന ഭാരവാഹികളായ സുബൈദ മുഹമ്മദ്, സ്വപ്ന രാമചന്ദ്രൻ, രാജലക്ഷ്മി കുറുമാത്ത് എന്നിവർ നേതൃത്വം നൽകി. നോൺ വാക്കിൽ നിരവധി സ്ത്രീകൾ പങ്കെടുത്തു. കേരളത്തെ ഏറ്റവും അമ്മമാരുടെ ഒരു ഭീതിജനകമായി മാറിയിരിക്കുന്നത് കേരളത്തിൽ മുക്കിലും മൂലയിലും കോളേജുകളിലും സ്കൂളുകളിലും ക്യാമ്പസുകളിലും പൊതുവിടങ്ങളിലുമൊക്കെ ലഹരിയുടെ ഏറ്റവും കൂടുതൽ ഒരു കടന്നുകയറ്റം, ലഭ്യത നമ്മളെ ഏറ്റവും കൂടുതൽ അമ്മമാരെന്ന നിലയിൽ ആശങ്കയിലാക്കുകയാണ്. നമുക്ക് ലഹരിക്കെതിരെ ജീവിതമാണ്, സ്നേഹമാണ് വലുത്, മയക്കുമരുന്നും അക്രമവുമല്ല വേണ്ടത് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ചൂസ് ലൈഫ് ആൻഡ് ലവ്, നോട്ട് ഡ്രഗ്സ് ആൻഡ് വയലൻസ് എന്ന് മഹിളാ കോൺഗ്രസും അമ്മമാരും പറയുന്നത്. അപ്പോൾ അതിന്റെ ഉദ്ഘാടന കർമ്മം We will go to reach to every school, college and university against this drug and violence issue. And our children should be secured and their lives should be saved.
and the safety should be given by the local government, the LDF government, who has failed to do so. So we Mahila Congress are strongly protesting that and finding a way out of which some solution will come, and we will keep on protesting if government is not taking any action on this. Congress is very much with the people, with the mothers, with the women, with the sufferers, the families who are suffering, whose children are into drugs. We are with the sufferers, and we all protest and strongly stand on this issue. Thank you very much. മുളകുന്നത്തുകാവ് KSHB ഹരിതനഗർ അലോട്ടീസ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. സ്ത്രീകളോടുള്ള അതീവ ആദരവും കൃതജ്ഞതയും പ്രകടിപ്പിക്കുന്ന അതുല്യമായ ഒരു പരിപാടിയായിരുന്നു അത്. ചടങ്ങിന്റെ ഭാഗമായി ഹരിത കേരള മിഷനു വേണ്ടി മികച്ച സേവനം അനുഷ്ഠിക്കുന്ന മുളകുന്നത്തുകാവ് ഹരിത കർമ്മസേനയിലെ 22 അംഗങ്ങളെ ആദരിക്കുകയും സമ്മാനം നൽകുകയും ചെയ്തു. പ്രശസ്ത പിന്നണി ഗായിക റീന മുരളി പരിപാടി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ വനിതാ അംഗങ്ങളായ പ്രസിഡന്റ് നിത, വൈസ് പ്രസിഡന്റ് ഹൃദ്യ, കമ്മിറ്റി അംഗങ്ങളായ ശ്രീജ, സന്ധ്യ, ബിനി, വാർഡ് മെമ്പർ സുമ, അനിത എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് റീന ജോൺ വനിതാ സുരക്ഷയെക്കുറിച്ച് ക്ലാസും നയിച്ചു. തുടർന്ന് ഹരിതനഗറിലെ നിവാസികൾ അവതരിപ്പിച്ച വിവിധ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി. പത്മശ്രീ ലഭിച്ച ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം മുഖ്യ രക്ഷാധികാരി സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് CS വൈദ്യനാഥന് പൗരസ്വീകരണം നൽകി. വടക്കാഞ്ചേരി കേരളവർമ്മ വായനശാല ഹാളിൽ നടന്ന സ്വീകരണം മുനിസിപ്പൽ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനും വടക്കാഞ്ചേരിക്കാരനും ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശത്തിന്റെ മുഖ്യ രക്ഷാധികാരിയുമായ പത്മശ്രീ അഡ്വക്കേറ്റ് CS വൈദ്യനാഥന് നാടിന്റെ ആദരം വടക്കാഞ്ചേരി പൗരാവലി നൽകി. ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി അധ്യക്ഷനായി. മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി, വടക്കാഞ്ചേരി ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് തരകൻ, ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ V സുരേഷ് കുമാർ, കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് AK സതീഷ് കുമാർ, എങ്കക്കാട് ദേശം പ്രസിഡന്റ് TP ഗിരീശൻ, നഗരസഭ പ്രതിപക്ഷ നേതാവ് K അജിത് കുമാർ, ബാഹുലയൻ മാസ്റ്റർ MR സോമനാരായണൻ, അഡ്വക്കേറ്റ് ഋഷികേഷ്, V മുരളി, അജിത് കുമാർ മല്ലയ്യ, അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ, അജീഷ് കർക്കിടകത്ത്, ശശികുമാർ കൊടക്കാടത്ത്, കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത്,
PN ഗോകുലൻ, സുഭാഷ് പുഴയ്ക്കൽ, MR വെങ്കിടേശ്വരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം ജനറൽ സെക്രട്ടറി PN വൈശാഖ് സ്വാഗതവും ജനറൽ കൺവീനർ PK രാജേഷ് നന്ദിയും രേഖപ്പെടുത്തി. അഡ്വക്കേറ്റ് CS വൈദ്യനാഥൻ മറുപടി പ്രസംഗം നടത്തി. ബാല്യകാല സ്മരണകളും ഉത്രാളിക്കാവ് പൂരത്തിൽ പങ്കെടുത്ത ഓർമ്മകളും അദ്ദേഹം മറുപടി പ്രസംഗത്തിൽ അനുസ്മരിച്ചു. PN രാജൻ, VV ഫ്രാൻസിസ്, വേണുഗോപാൽ അണ്ടങ്ങാട്ട്, AP ജോൺസൺ, K മണികണ്ഠൻ, മുത്തുകൃഷ്ണൻ, സതീഷ് കുമാർ, പ്രശാന്ത് പുഴങ്കര, E നന്ദകുമാർ, ജയൻ പാറയിൽ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനും സമുന്നത വ്യക്തിത്വമായ നമ്മുടെ നാട്ടുകാരനുമായ ശ്രീ പത്മശ്രീ CS വൈദ്യനാഥൻ അദ്ദേഹം അഡ്വക്കേറ്റ് രംഗത്ത്, നിയമരംഗത്ത് നീണ്ട കാലത്ത് പരിജ്ഞാനമുള്ള ഒരു പ്രമുഖനാണ്. സാമൂഹ്യനീതി വകുപ്പിന്റെയും NSSന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലുള്ള ലഹരി വിരുദ്ധ കർമ്മ പദ്ധതിയായ ആസാദ് സേനയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സംവാദ സദസ്സ് സംഘടിപ്പിച്ചു. ആസാദ് സേനയുടെ ഭാഗമാക്കി യുവതലമുറയെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവന്ന് അവരെ ലഹരി വിരുദ്ധ പ്രക്രിയയിൽ സജീവമായി ഇടപെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവാദ സദസ്സ് സംഘടിപ്പിച്ചത്. ദേശമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ഡോക്ടർ ER ശിവപ്രസാദ് സംവാദം നയിച്ചു. അധ്യാപകരും കുട്ടികളുമായുള്ള ബന്ധം ശക്തമാക്കണം. സമൂഹത്തിൽ നിന്ന് ലഹരിയെ തുടച്ചുമാറ്റാൻ ജനപ്രതിനിധികളുടെയും വ്യാപാര ഉടമകളുടെയും സമൂഹത്തിലെ ഓരോ പൗരന്റെയും ഇടപെടൽ ഉണ്ടാകണമെന്നും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും കൃത്യമായ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തണമെന്നും പഞ്ചായത്ത്, വാർഡ്, സ്കൂൾ തല ജാഗ്രതാ സമിതികൾ 2 മാസത്തിലൊരിക്കൽ കൂടണമെന്നും നിർദ്ദേശം വന്നു. കുന്നംകുളം തേജസ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന സംവാദത്തിൽ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സാജൻ, കുന്നംകുളം ഡിവിഷൻ എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠൻ K, എരുമപ്പെട്ടി SI K സൈലാസ്, വിമുക്തി ജില്ലാ കോർഡിനേറ്റർ ഷെഫീഖ് യൂസഫ്, NSS തൃശൂർ ജില്ലാ കോർഡിനേറ്റർ MV പ്രതീഷ്, നഷാമുക്ത് ഭാരത് പ്രോജക്ട് പ്രതിനിധി അനീഷ, എരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റ് റഷീദ്, NSS കുന്നംകുളം ക്ലസ്റ്റർ കോർഡിനേറ്റർ ലിൻഡോ വടക്കൻ, വിവിധ ക്ലസ്റ്റർ കോർഡിനേറ്റർമാർ എന്നിവർ സംസാരിച്ചു. NSS യൂണിറ്റ് പ്രോഗ്രാം ഓഫീസർ, PTA പ്രസിഡന്റ്, OSA പ്രസിഡന്റുമാർ, മാധ്യമപ്രവർത്തകർ, പൊതുപ്രവർത്തകർ, സാമൂഹ്യനീതി വകുപ്പ്, എക്സൈസ് വകുപ്പ്, പോലീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സംവാദ സദസ്സ് സംഘടിപ്പിച്ചത്. ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു.
Rachana Laboratory, NH Road, Mannuti, an ISO certified laboratory. ഉറങ്ങനില്ല ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. നിലാവുറങ്ങാത്ത ഒല്ലൂർ പദ്ധതിയുടെ ഭാഗമായി പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പട്ടിലാംകുഴി, മാമ്പ്രപ്പട, ചാലാംപാടം, ആൽപ്പാറ എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ സ്വപ്ന രാധാകൃഷ്ണൻ, അനിത കെ വി, റെജീന എന്നിവർ സംസാരിച്ചു. തൃശൂർ മഹാരാജാസ് ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോളേജിൽ യൂണിയന്റെയും തൃശൂർ നെഹ്റു യുവകേന്ദ്രയുടെയും കരണം ഫൗണ്ടേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വനിതാ ദിനാഘോഷം ഫ്രീ ടു ഫ്ലൈയും സെൻസി കെയറിന്റെ സഹായത്താൽ മെൻസ്ട്രൽ കപ്പ് ബോധവൽക്കരണ ക്ലാസും വിതരണവും സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ MJ ബിജു ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ചെയർമാൻ MA അധിനൻ അധ്യക്ഷത വഹിച്ചു. പ്രമുഖ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ നിജി ജസ്റ്റിൻ ക്ലാസ് നയിച്ചു. ജില്ലാ യൂത്ത് ഓഫീസർ C ബിൻസി, കരണം ഫൗണ്ടേഷൻ ചെയർമാൻ ജെൻസൺ ജോസ് കാക്കശ്ശേരി, T ഷിജു വർഗീസ്, സന്ദീപ് വാര്യർ, അനുശ്രീ N ബാബു എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് സെൻസി കെയർ ട്രൂ കപ്പ് സൗജന്യമായി വിതരണം ചെയ്തു. ചെയർമാൻ ശ്രീ ജെൻസൺ, അതുപോലെ തന്നെ നെഹ്റു യുവകേന്ദ്രയുടെ ഡിസ്ട്രിക്ട് യൂത്ത് ഓഫീസർ ശ്രീമതി ജിൻസി, ശ്രീ സന്ദീപ് വാര്യർ, യൂണിയൻ ചെയർമാൻ ശ്രീ അധിനൻ, ലേഡി വൈസ് ചെയർമാൻ ശ്രീമതി ശ്രീ അനുശ്രീ, ഏറ്റവും സ്നേഹമുള്ള പ്രിയപ്പെട്ട സഹോദരിമാരെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ ആശംസകൾ ഏറ്റവും സ്നേഹത്തോടെ എല്ലാവർക്കും നേർന്നുകൊള്ളുന്നു. എല്ലാ വർഷവും വനിതാ ദിനത്തിന് ഒരു തീം ഉണ്ടാവും. അറിയാമോ? അറിയോ അതിനെക്കുറിച്ച്? അന്താരാഷ്ട്ര വനിതാ ദിനത്തിന് എല്ലാ വർഷവും ഓരോ തീം ഉണ്ടാവും. അറിയോ അതിനെക്കുറിച്ച്? 2025 തീം എന്താണെന്ന് അറിയോ? തീം ഉണ്ടെന്ന് അറിയില്ല. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ആക്സിലറേറ്റ് ആക്ഷൻ. ആക്സിലറേറ്റ് ആക്ഷൻ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് കോൾസ് ഫോർ റാപ്പിഡ് ആക്ഷൻ ടുവേർഡ്സ് ജെൻഡർ ഈക്വാലിറ്റി. ലിംഗസമത്വത്തിന് വേണ്ടിയുള്ള ഏറ്റവും പെട്ടെന്ന് സ്റ്റെപ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇക്കൊല്ലത്തെ തീം. അപ്പോൾ ലിംഗസമത്വം നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. എല്ലാ വനിതാ ദിനത്തിലും ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് ലിംഗസമത്വമാണ്. കണക്കുകൾ പറയുന്നത് 2158 വർഷം ആകുമ്പോഴേക്കും മാത്രമേ ഇങ്ങനെ പോവുകയാണെങ്കിൽ, ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ ലിംഗസമത്വം എന്ന സ്വപ്നത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുകയുള്ളൂ. വനിതാ ദിനത്തിൽ അടാട്ട് ഗ്രാമപഞ്ചായത്ത് ഹരിത കർമ്മ സേനാംഗങ്ങൾക്ക് യൂണിഫോമും അനുബന്ധ ഉപകരണങ്ങളും വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട
ഹരിത കർമ്മ സേനാംഗങ്ങൾക്കാണ് യൂണിഫോമും അനുബന്ധ ഉപകരണങ്ങളും വിതരണം ചെയ്തത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിത കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീഷ്മ അഭിലാഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ബിനിത തോമസ്, ആനി വർഗീസ്, മിനി സൈമൺ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ലക്ഷ്മി, ഹെൽത്ത് ഇൻസ്പെക്ടർ ചിഞ്ചു, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ വിവേക്, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ അജയ്, IRTC കോർഡിനേറ്റർ മായ എന്നിവർ ആശംസകൾ അറിയിച്ചു. പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ സന്നിഹിതരായിരുന്നു. ഹരിത കർമ്മസേന പ്രസിഡന്റ് ജൂലി നന്ദി പറഞ്ഞു. പാലിയേറ്റീവ് കെയർ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനും പ്രായമായവർക്കും പാലിയേറ്റീവ് കെയർ രോഗികൾക്കും മികച്ച പരിചരണം ലഭ്യമാക്കാനുമായി ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലിയേറ്റീവ് കെയർ സ്പെഷ്യാലിറ്റി നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് നഴ്സിംഗ് കോഴ്സുകൾ സൗജന്യമായി ജില്ലാ ആശുപത്രിയുമായി സഹകരിച്ച് പഠിപ്പിക്കുന്നു. 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള 2 വർഷത്തെ സ്വകാര്യ നഴ്സിംഗ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കാണ് അവസരം. വർദ്ധിച്ചുവരുന്ന പാലിയേറ്റീവ് കെയർ രോഗികളുടെ ആവശ്യകതയും പ്രായമായവരുടെ പ്രയാസങ്ങൾക്കുള്ള പരിഹാരവും കണ്ടെത്താനാണ് ഈ രംഗത്ത് പ്രത്യേകം പരിശീലനം നൽകുന്നത്. തെരഞ്ഞെടുക്കപ്പെടുന്ന 20 പേർക്ക് അവസരം ലഭിക്കും. മാർച്ച് 15 മുൻപായി പാലക്കാട് ജില്ലാ ആശുപത്രി പാലിയേറ്റീവ് കെയർ വിഭാഗത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഫോൺ നമ്പർ 9447624951. വനിതാ ദിനത്തിൽ ആകാശയാത്ര. ഹരിത കർമ്മ സേനാംഗങ്ങൾ ബാംഗ്ലൂരിലേക്ക്. ലോക വനിതാ ദിനത്തിൽ ആകാശയാത്ര നടത്തി ഹരിത കർമ്മ സേനാംഗങ്ങൾ. വേലൂർ ഗ്രാമപഞ്ചായത്ത് ഹരിത കർമ്മ സേനാംഗങ്ങൾക്കായി ലോക വനിതാ ദിനത്തിൽ വിമാനയാത്ര സംഘടിപ്പിച്ചു. വേലൂർ ഗ്രാമപഞ്ചായത്തിലെ 33 അംഗങ്ങളാണ് നെടുമ്പാശ്ശേരിയിൽ നിന്നും ബാംഗ്ലൂർ വരെ കന്നി വിമാനയാത്ര നടത്തിയത്. വേലൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ CDSന്റെയും നേതൃത്വത്തിലാണ് യാത്ര സംഘടിപ്പിച്ചത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർലി ദിലീപ് കുമാർ, പഞ്ചായത്ത് അംഗം വിമല നാരായണൻ, CDS ചെയർപേഴ്സൺ വിദ്യ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് വിമാനയാത്ര നടന്നത്. ഒരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. വീണ്ടും വാർത്തകളിലേക്ക്. യുവാവിനെ വാൾ കൊണ്ട് വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. വനന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വേലൂപ്പാടം കിണർ ജംഗ്ഷന് സമീപം വെച്ചാണ് വേലൂപ്പാടം കിണർ സ്വദേശിയായ പുന്നക്കര വീട്ടിൽ അനീഷിനെ വലത് കൈപ്പത്തിയിലും വയറിലും മറ്റും വാൾ കൊണ്ട് വെട്ടി ഗുരുതര പരിക്കേൽപ്പിച്ചത്. സംഭവത്തിൽ വെട്ടിയാട്ടിൽ വീട്ടിൽ ജയദേവ് കൃഷ്ണൻ എന്നയാളെ അറസ്റ്റ് ചെയ്തു. ജയദേവ കൃഷ്ണനുമായി ശത്രുതയിലുള്ള പൾസർ കണ്ണൻ എന്നയാളുമായി അനീഷ് സൗഹൃദത്തിലായതിലുള്ള വൈരാഗ്യത്താലാണ് ഇയാളെ വെട്ടി പരിക്കേൽപ്പിക്കാൻ കാരണം. സംഭവത്തിനു ശേഷം തമിഴ്നാട്ടിലും മറ്റും ഒളിവിൽ കഴിഞ്ഞിരുന്ന ജയദേവ കൃഷ്ണനെ രഹസ്യ വിവരത്തെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് വനന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KN മനോജ്, സബ് ഇൻസ്പെക്ടർ അലി, സിവിൽ പോലീസ് ഓഫീസർമാരായ മുരുകദാസ്, സമിത് എന്നിവരാണ് അറസ്റ്റ് ചെയ്തത്. പ്രതിക്കെതിരെ വനന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ വധശ്രമ കേസും അടിപിടി കേസും വ്യാജമദ്യം ഉണ്ടാക്കിയതിനുള്ള കേസുമടക്കം 11 കേസുകൾ നിലവിലുണ്ട്. വൈവിധ്യമാർന്ന പരിപാടികളോടെ മണ്ണുത്തി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ UKG കുട്ടികളുടെ ഗ്രാജുവേഷൻ ചടങ്ങ് അതിഗംഭീരമായി ആഘോഷിച്ചു. സ്കൂളിന്റെ വൈസ് റെക്ടറും മുൻ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ജോയ്സ് താണിക്കുഴിയിൽ ആമുഖ പ്രഭാഷണം നടത്തി. കിൻഡർ വിഭാഗം മുൻ കോർഡിനേറ്റർ രൂപ അരവിന്ദ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു.
പ്രിൻസിപ്പൽ ഫാദർ ഷിനോ കളപ്പുരയ്ക്കൽ, വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജിതിൻ ചക്കമംഗലത്ത്, KG കോർഡിനേറ്റർ മിസ് സിനി എന്നിവരുടെ സാന്നിധ്യം പരിപാടികൾക്ക് മാറ്റുകൂട്ടി. പ്രീ KG, LKG, UKG കുട്ടികളുടെ വർണ്ണശബളമായ കലാപരിപാടികൾ സദസ്സിനെ സമ്പുഷ്ടമാക്കി. UKG ക്ലാസ് പ്രതിനിധി ജെസ്ലിൻ സാറ ജോഷി സ്വാഗതം ആശംസിച്ചു. ജെസ്ലെ സോൾവിൻ, ലക്ഷ്മി KR എന്നിവർ ആശംസകൾ അറിയിച്ചു. സോയൽ നിസാൻ നന്ദി അറിയിച്ചു. വീട് തല്ലിപ്പൊളിച്ച കേസിൽ റൌഡിയും സുഹൃത്തും റിമാൻഡിൽ. മാള കുറുവിലശ്ശേരി കോട്ടവാതിൽ സ്വദേശിയായ സ്ത്രീയുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി വീട് തല്ലിപ്പൊളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിലാണ് അഷ്ടമിച്ചിറ സ്വദേശിയായ കുരിശിങ്കൽ വീട്ടിൽ ജിൻസൺ, പുല്ലൂർ അമ്പലനട സ്വദേശി കാരക്കാട്ട് വീട്ടിൽ അനൂപ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികളിൽ ഒരാളായ ജിൻസന്റെ അച്ഛൻ വീട്ടിലിരുന്ന് മദ്യപിച്ച് ബഹളം വയ്ക്കുന്നത് അയൽവാസിയും സ്ത്രീയുടെ ഭർത്താവുമായ സുജാതൻ ചോദ്യം ചെയ്തതിലുള്ള വിരോധത്താലാണ് ഇരുവരും ചേർന്ന് ഇരുമ്പുവടിയുമായി വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വാതിൽ തല്ലിപ്പൊളിച്ച് നാശനഷ്ടം വരുത്തി ഭീഷണിപ്പെടുത്തിയത്. സംഭവത്തെ തുടർന്ന് മാള പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു. മാള പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് ബാഷി, ASI-മാരായ നജീബ്, നിബി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ദിബീഷ്, ജിബിൻ, അനൂപ്, ഷറഫുദ്ദീൻ എന്നിവരാണ് പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വനിതാ ദിനം മാടക്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനന്റെ നേതൃത്വത്തിൽ വ്യത്യസ്തമായി ആഘോഷിച്ചു. ആശാവർക്കർമാരുടെ സമരത്തെ അവഗണിക്കരുതെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ. മഹിളാ കോൺഗ്രസ് സംഘടിപ്പിച്ച ലഹരിക്കും അക്രമത്തിനും എതിരായ അമ്മമാരുടെ നോൺ വാക്ക് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മഹാരാജാസ് ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മെൻസ്ട്രൽ കപ്പ് ബോധവൽക്കരണവും വിതരണവും ഡോക്ടർ നിജി ജസ്റ്റിന്റെ നേതൃത്വത്തിൽ നടന്നു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ലാലീസ് ഹൈപ്പർമാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ.